ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു. പ്രഭാഷകൻ 33-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ പേര് ബിനില മാത്യു. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ ബത്തേരി രൂപത, എടക്കര വൈദിക ജില്ലയിലെ നാരോക്കാവ് സെയിൻറ്റ് പീറ്റർ ആൻഡ് സെൻറ്റ് പോൾ മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നിന്നാണ്. ആദ്യമേ തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 21/5/2024 എൻ്റെ പദ്ധതി അനുസരിച്ച് ഞാൻ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് അക്കാഡമി തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഞാൻ വിചാരിച്ചത് ഞാനൊരു IAS ഓഫീസറൊക്കെ ആയിട്ട് ഈ നാട്ടിൽ ഇങ്ങനെ നിൽക്കുമെന്നാണ്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മറ്റൊന്നാണ്. ആദ്യമൊക്കെ ഞാൻ എന്നും പള്ളിയിലൊക്കെ പോകും, വിശുദ്ധ കുർബാന സ്വീകരിക്കും, ബൈബിൾ വായിക്കും, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ മെറിറ്റിലാണ്. ഞാൻ പഠിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പാസ്സാവാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഞാൻ കൂട്ടത്തിൽ ഇതൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. 10ലാണെങ്കിലും +2-ലാണെങ്കിലും ഡിഗ്രിക്കാണെങ്കിലും എനിക്ക് നല്ല ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഞാൻ കാഴ്ചവെച്ച് എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പം ആ ഒരു കോൺഫിഡൻസ്, എൻ്റെ മെറിറ്റ് അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതൊക്കെ കിട്ടുള്ളൂ എന്നുള്ള ഒരു വിചാരം തന്നെയായിരുന്നു എനിക്ക്. എന്നാൽ ഇവിടെ ഈ ഒരു സന്നിധിയിൽ വന്നതിന് ശേഷം അതെനിക്ക് പൂർണ്ണമായും മാറ്റിത്തന്നു. ഞാൻ എപ്പോൾ മുതൽ എൻ്റെ മെറിറ്റിൽ നിന്ന് ആ ഒരു വിശ്വാസം ഇല്ലാതാക്കിയോ, ഞാൻ എപ്പോൾ മുതൽ മാതാവിലും ദൈവത്തിലും വിശ്വസിച്ച് തുടങ്ങിയോ, ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് എന്ന് മുതൽ ഞാൻ ഇതാക്കിയോ അന്ന് മുതൽ എൻ്റെ ഉടമ്പടി സ്പീഡപ്പായി. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചിരുന്നത് സിവിൽ സർവീസ് പഠിക്കുക എന്നതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് ഈ ഏപ്രിൽ 11-ാം തീയതി ഹൈഡ്രജൻ ടെക്നോളജി MSc ഹൈഡ്രജൻ ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാദ്യമേ തന്നെ മാതാവിനും ദൈവത്തിനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഈ ഒരു അഡ്മിഷൻ കിട്ടുന്നതിന് മുന്നേ എനിക്ക് ഒത്തിരിയേറെ വെല്ലുവിളികളുണ്ടായിരുന്നു. ഈ ഒരു സിവിൽ സർവീസ് പഠിക്കാൻ പോയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല കാശ് ചിലവായി. അത് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ പള്ളിയിൽ ആകെ കൂടി എനിക്ക് സമാധാനം പള്ളിയിൽ പോകുമ്പോഴായിരുന്നു. പള്ളിയിൽ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാരുടെ കുത്തുവാക്കുകൾ കേൾക്കാൻ തുടങ്ങി. ഇതുവരെ ഒന്നും ആയില്ലേ, നീ എന്തിനാ പിന്നെ ഇത് പഠിച്ചേ, നിനക്ക് വല്ല നേഴ്സിംഗ് വല്ലതും പഠിച്ചാൽ പോരായിരുന്നു എന്ന് എല്ലാവരും ചോദിച്ചു. അപ്പോഴും ഞാൻ ഈ ഒരു മാതാവിൽ വിശ്വസിച്ചു, ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു. എന്തെങ്കിലും ദൈവം സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ദൈവം എന്നെ ഈ ഒരു അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ടായിരുന്നു. നാട്ടുകാരുടെ കുത്തുവാക്കിൽ, കുടുംബത്തിലുള്ളവരുടെ കുത്തുവാക്കിൽ, പള്ളിയിൽ നിന്നുള്ളവരുടെ കുത്തുവാക്കിൽ, ഇതൊക്കെ നിമിത്തം എനിക്ക് പിന്നെ പള്ളിയിൽ പോകാൻ ഇഷ്ടമില്ലായിരുന്നു. എനിക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ മാതാവിനോടുള്ള വിശ്വാസം അതാണ് എന്നെ ഇന്നിവിടെ ഈ ഒരു അൾത്താരയ്ക്ക് മുന്നിൽ നിർത്തിയത്. എനിക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് ജർമ്മനിയിൽ പഠിക്കാൻ അഡ്മിഷൻ കിട്ടിയത്. ഞാൻ ജർമ്മൻ 4 മൊഡ്യൂൾ പാസ്സായി, അതും മാതാവിൻ്റെ കൃപയിൽ. എനിക്ക് 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ജർമ്മൻ പഠിക്കുന്നവർക്കറിയാം, ഈ എക്സാം സ്ലോട്ട് കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. പക്ഷേ എന്നെ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്നും എൻ്റെ മാതാവ് അറിയിച്ചിട്ടില്ല. എല്ലാത്തിനും എനിക്ക് മാതാവ് സ്ലോട്ട് തരുന്നുണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതുന്നുണ്ട്. പക്ഷേ എനിക്ക് റീഡിങ്ങിന് മാത്രം, അതായത് ലേസിന് മാത്രം എനിക്ക് സ്കോർ കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇതുപോലെ ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ടു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പോയിട്ട് എക്സാം എഴുതി. ബാംഗ്ലൂരിലാണ് ഞാൻ പോയിട്ട് എക്സാം എഴുതിയത്. എനിക്ക് 100-ൽ 91 മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ പ്രോസസ്സുകളെല്ലാം തുടങ്ങി. അപ്പോൾ എനിക്കറിയത്തില്ല ഏത് ഏജൻസി എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പാരലായിട്ട് ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ഫ്രണ്ട് വഴി ഒരു ഫ്രണ്ടിനെ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നു, ആൽബി ചേട്ടൻ വഴി ഞാൻ എൻ്റെ എല്ലാ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്തു.
പിന്നെ അങ്ങോട്ടുള്ള എൻ്റെ പ്രോസസ്സിന് ഒരു ഡിലേയും വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും, അതായത് എൻ്റെ APS സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ബാക്കിയുള്ള അറ്റസ്റ്റേഷൻ ആണെങ്കിലും എല്ലാം ഭയങ്കര സ്പീഡപ്പായിരുന്നു. എവിടെയും എനിക്ക് ലാഗ് തന്നിട്ടില്ല. ഒരു അഡ്മിഷൻ മാതാവിനോട് ചോദിച്ച എനിക്ക് 2 അഡ്മിഷനാണ് മാതാവ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ തന്നത്. ഒരെണ്ണം കോബർഗ് യൂണിവേഴ്സിറ്റിയിലും മറ്റേത് TH റൊസൻഹൈമിലും. ഇപ്പോൾ ഞാൻ പോകുന്നത് റൊസൻഹൈമിലേക്കാണ്. അതുപോലെ ഈ വിസ പ്രോസസ്സിൻ്റെ സമയത്ത് എനിക്ക് VFSൻ്റെ ഡേറ്റ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. 1 മാസത്തോളം എനിക്കിതിന് ലാഗ് വന്നു. അപ്പോൾ എന്നോട് ഞാൻ എങ്ങനെയോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഞാൻ ആഡായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒരു 50,000 രൂപയൊക്കെ തരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സീറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് സീറ്റ് കിട്ടിയതെങ്കിലും നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം, ഷോ മണി കാണിക്കണം. ഒരു 11,153 യൂറോ, അതായത് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 13 ലക്ഷത്തിൻ്റെ മുകളിൽ എനിക്ക് ഷോ മണി കാണിക്കണം. അത് അവിടെ ചെന്ന് വിഡ്രോ ചെയ്യാമെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിൽ പോലും അവിടെയെല്ലാം മാതാവ് എന്നെ ഒരു മുടക്കവും വരുത്താതെ എൻ്റെ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം മാതാവ് ചെയ്തു തന്നു. അപ്പോൾ അങ്ങനെ VFSൻ്റെ ഡേറ്റ് കിട്ടുന്നില്ല. അവർ 50,000 ചോദിച്ചു. പക്ഷേ എനിക്ക് കൊടുക്കാൻ അത്രയും പൈസയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെയും ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. മാതാവ് എനിക്ക് വേണ്ടി മാത്രം എന്താ പറയുക, ഞാൻ സ്ലോട്ട് എടുക്കുന്നത് വരെ ജസ്റ്റ് ആ ഒരു പോർഷൻ ഓപ്പൺ ആക്കി തന്ന് എനിക്ക് മാത്രം മാതാവ് സ്ലോട്ട് തന്നു. അതിനുശേഷം ചെക്ക് ചെയ്തപ്പോൾ നോ സ്ലോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പം മാതാവ് അവിടെയും എന്നെ അത്രയും പൈസയിൽ നിന്ന് അവിടുന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. വിസ കിട്ടി, VFSന് കൊടുത്തു, വിസ കിട്ടി. വിസക്ക് വെക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുണ്ടെങ്കിൽ എൻ്റെ പാസ്പോർട്ടിൽ 7ാമത്തെ പേജിൽ, ഞാൻ സാക്ഷിയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തരുടെ പാസ്പോർട്ടിൽ 7ാമത്തെ പേജിലൊക്കെ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുണ്ടെങ്കിൽ എൻ്റെ പാസ്പോർട്ടിൽ 7ാമത്തെ പേജിൽ എനിക്ക് സ്റ്റാമ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ ഈ പാസ്പോർട്ട് വലിച്ചെറിയുന്നു എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, 10ാം ദിവസം എനിക്ക് TTDCയിൽ ബ്ലൂ ഡാർട്ടിൽ കൊറിയർ വന്നു. ഞാൻ ടെൻഷൻ അടിച്ച്, കാരണം റിജക്റ്റ് ആവോ എന്താ ഒന്നും അറിയത്തില്ല. 2022 ഞാൻ ഡിഗ്രി പാസ് ഔട്ടായതാണ്. അവിടുന്ന് 26 വരെ എനിക്കൊന്നുമില്ല, എനിക്കൊരു മെറിറ്റും ഇല്ല. ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ മെറിറ്റെല്ലാം 0 ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം എൻ്റെ അഹങ്കാരം, ഈഗോ എല്ലാം എനിക്ക് ഒന്നുമല്ല, എൻ്റെ ഒന്നുമല്ല. ഇവിടെ മാതാവിൻ്റെ ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ഞാൻ വിസ തുറന്നു നോക്കിയപ്പോൾ മാതാവ് എനിക്ക് 7ാമത്തെ പേജിൽ എനിക്ക് വിസ അടിച്ചു തന്നു. അതും ഈ ഒരു 11-ാം തീയതി, എനിക്ക് മാർച്ച് 30 മുതൽ എൻ്റെ വിസ സ്റ്റാർട്ടായി. ഈ ഒരു യുദ്ധം കാരണം എനിക്ക് ടിക്കറ്റിൽ കുറച്ച് ഡിലേ വന്നതുകൊണ്ട് മാത്രം എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എങ്കിൽ പോലും ഞാൻ മാതാവിൻ്റെ ദിവസമായിട്ടുള്ള ശനിയാഴ്ച ഏപ്രിൽ 11-ാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. അതാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് മാതാവ് എനിക്ക് വലിയൊരു ആരോഗ്യത്തിൽ വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ബ്ലീഡിങ് 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ചെറിയൊരു ഡ്രോപ്പ് പോലെ ആയിരിക്കും പീരീഡ്സ് ആവുന്നത്. പീരീഡ്സ് ഇറഗുലർ ആകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ 5 സെൻറ്റിമീറ്റർ അത്രയും വലുപ്പമുള്ള ഒരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ മുതൽ പിന്നെ എനിക്ക് അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ഭാവി വരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിനക്ക് വേദനയൊന്നുമില്ല, അത് കാരണം നീ മെഡിസിൻ ഒന്നും എടുക്കണ്ട, തന്നെ വന്നത് തന്നെ മാറിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ തൈലും ഉപ്പൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഓവറിയിൽ എൻ്റെ ലെഫ്റ്റ് ഓവറി നോർമലാണെന്ന് ഡോക്ടർ പറഞ്ഞു.
അപ്പോൾ ആ സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെ ചോദിച്ചു, മോളെ നീ എന്ത് മെഡിസിനാണ് എടുത്തത്, എങ്ങനെയാണ് നിൻ്റെ ഇങ്ങനെ പൂർണ്ണമായിട്ട്, എല്ലാവർക്കും കുറയുകയാണെങ്കിൽ തന്നെ ചെറിയൊരു മെഷർമെൻറ്റിലൊക്കെ വ്യത്യാസമേ വരുള്ളൂ, എങ്ങനെ നിൻ്റെ ഓവറി ഇത്രയും നോർമലായി, അത് പെർഫെക്റ്റ് ആയി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ പ്രാർത്ഥിച്ചത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഇതല്ലാതെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന പത്രം എല്ലാ മേഖലയിലും ഞാൻ വിതരണം ചെയ്യും. ഞാൻ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ നോക്കാതെ മേഖലകളിൽ ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അച്ഛൻ എനിക്ക് കാശ് രൂപം എക്സാമിന് പോകുന്ന സമയത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഞാനിവിടുന്ന് കാശ് രൂപം മേടിച്ചു കൊണ്ടുപോയിട്ട് ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു വട്ടം ഞാനിവിടെ കൗണ്ടറിൽ നിന്ന് കാശ് രൂപം മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ആൻറ്റി, ഒരു ഡാർക്ക് ഗ്രീൻ ഡ്രസ്സ് ഇട്ട ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ നമ്മൾ രണ്ടുപേരും സെയിം ടൂറിസ്റ്റ് ബസ്സിലാണ്, മോളെ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യുമോ, ഞാൻ പൈസ തരാം, എനിക്കും കുറച്ച് കാശ് രൂപം മേടിക്കാവോ എന്ന് ചോദിച്ചു. ഞാനത് കേട്ട് ഞാൻ ആൻറ്റീനെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ഓർത്തു ഓക്കെ എന്നെ കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് ബസ്സിൽ നിന്ന് കൊടുക്കാമെന്ന് ഓർത്തു. ആ ആൻറ്റി എനിക്കൊരു 50 രൂപേൻ്റെ ഒരു ബ്ലൂ കളർ നോട്ടും ഒരു 20 രൂപേൻ്റെ ആ ഗ്രീൻ കളറ് നോട്ടുമാണ് എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കാശ് രൂപം മേടിച്ചു. ഞാൻ തിരിച്ച് ബസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ആൻറ്റീനെ നോക്കിയിട്ട് ആ ഒരു ഫേസ് കട്ടുള്ള ആരെയും കാണുന്നില്ല. ഞാൻ ബസ്സിൽ നിന്ന് മൈക്കിലൂടെ അനൗൺസ് ചെയ്തു, എൻ്റെ കയ്യിൽ ഇങ്ങനെ പൈസ കാശ് രൂപം മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ തന്ന ആൻറ്റി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് മാതാവിനാൽ എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണെന്ന്. അതുപോലെ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂ സുഗന്ധവും അതുപോലെ മെഴുകുതിരിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മെഴുകുതിരിയിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നിട്ടുണ്ട്. കുരിശാകൃതിയിൽ മെഴുകുതിരിയിൽ വന്നിട്ടുണ്ട്. മെഴുകുതിരീൻ്റെ കളറ് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനേകം മാതാവിൻ്റെ ഒരു സിമ്പിൾ എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ, അനാഥാലയങ്ങളിൽ, അതുപോലെ വഴിയിലൊക്കെ വയ്യാതെയൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കെട്ടി ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളാണെങ്കിലും ഒരു വട്ടം ഞാൻ കൊടുത്തപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഒരു വട്ടം മാത്രം ഉപയോഗിച്ച് എൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ എടുത്തു അവർക്ക് കൊടുത്തു. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഡ്രസ്സ് ആകെ 2 എണ്ണം. എനിക്ക് വേണ്ട, കാരണം എന്നെക്കാളും ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേര് ഉണ്ടെന്ന് എനിക്കറിയാം. അത് കാരണം അതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തു. പിന്നെ അതുപോലെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറിയും റീലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കിഡ്നി പേഷ്യൻസ്, അതുപോലെ ഹാർട്ടിന് അസുഖമുള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് വന്ന് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഞാനതൊക്കെ അയച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാനത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കാറുണ്ട്. അതുപോലെ ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ എല്ലാം ഞാൻ കേൾക്കുന്ന സമയത്ത് ഇത് ആർക്കാണോ ഉപകാരത്തിൽ വരുന്നത് അവർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനിവിടെ 2-3 ഞാനിങ്ങനെ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ കുറേ പേര് വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത്രയേറെ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. 33-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. ബിനീല എന്ന ഈ സഹോദരിയുടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന മഹത്തായ വലിയ ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യമാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ മകളിവിടെ ഏറ്റുപറഞ്ഞത്. വലിയ അംബീഷനും വളരെയധികം പ്ലാനിങ്ങോടുകൂടി തൻ്റെ കരിയർ ആരംഭിച്ച ഈ മകൾ ദൈവഇഷ്ടത്തിന് കീഴടങ്ങിയതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. അതിലൂടെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകവും തിരിയിലും നാളത്തിലും പരിശുദ്ധ അമ്മ മകൾക്ക് വലിയ സാമീപ്യം നൽകിയതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. തൻ്റെ അംബീഷനെ വിഷനാക്കി മാറ്റാൻ മാത്രം ഇനി ഈശോയെ സ്നേഹിക്കുക എന്നുള്ള ഒരു വലിയ ദാർശനിക ചിന്തയുമായിട്ടാണ് ഇന്ന് ഈ മകളെ അൽത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത്. തനിക്കൊരു IAS ഓഫീസറാകണം, ഞാൻ പഠിച്ചതിൽ മാത്രമേ എനിക്ക് ഊന്നി നിൽക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്നിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നെല്ലാം
ഒരു വലിയ പ്ലാനോട് കൂടിയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഈ മകൾക്ക് മനസ്സിലായത് ദൈവേഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ സൗഭാഗ്യം നൽകുന്ന കാര്യമെന്ന് ഈ മകൾ ഉടമ്പടി ജീവിതത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മകൾ ആഗ്രഹിച്ചതിലും വലിയ ഒരു അനുഗ്രഹം MSc ഹൈഡ്രജൻ ടെക്നോളജി എന്ന ഒരു വലിയ കോഴ്സിന് വേണ്ടി മകൾക്ക് ജർമ്മനിയിലേക്ക് ഇന്ന് അഡ്മിഷൻ പ്രാപിച്ച് മകൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നാം ആഗ്രഹിക്കുന്നതിലും കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതലാണ്, അർഹിക്കാത്തതിൽ കൂടുതലാണ് ദൈവം നമുക്ക് അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നാം ദൈവത്തിലേക്ക് അടുത്തു, അല്ലെങ്കിൽ നാം ഉടമ്പടിയിലാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ തീരുമാനം, ഒരു കൺവിക്ഷൻ നമുക്ക് വരുന്നത് ഒരു വെല്ലുവിളിയിലൂടെയല്ല. മകൾ പറഞ്ഞതുപോലെ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ പാസ്പോർട്ട് വലിച്ചെറിയുമെന്നെല്ലാം അതൊരു ബാലിശ്യമായ ചിന്താഗതിയാണ്. അവിടെ ദൈവേഷ്ടം നിറവേറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഒരിക്കലും അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഉടമ്പടിയിലുള്ള മക്കൾ എത്തിച്ചേരരുത്. കാരണം ഞാൻ ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്നില്ലെങ്കിൽ അത് ഉടമ്പടിയുടെ ഒരു ശരിയായ നിർവചനം, അല്ലെങ്കിൽ ഒരു നിയോഗമോ അതിൻ്റെ ഒരു പരിണിത ഫലമോ അല്ല. ഈശോയിൽ പരിശുദ്ധ അമ്മ തന്നെ ഈശോയുടെ ദൈവത്തോട് പറഞ്ഞത് അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ കൃപ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആ യെസ് അമ്മ പറഞ്ഞപ്പോഴാണ് ദൈവപുത്രൻ്റെ അമ്മയാകാനുള്ള സൗഭാഗ്യം. അതിലൂടെ പരിശുദ്ധ അമ്മ പാടുന്നത് തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ഇന്ന് ബിനില ഒരു വലിയ ജീവിത കൺവിക്ഷനിലേക്ക്, ബോധ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ജനറസ് ആകാനുള്ള, മറ്റുള്ളവർക്ക് എല്ലാം കൊടുക്കുവാനുള്ള ഒരു വലിയ കൃപ, എപ്പോഴും ഈശോയെയും പരിശുദ്ധാമ്മയെയും സ്നേഹിക്കുവാനും വളരെ കൃത്യമായ ആധ്യാത്മിക ജീവിത രീതിയിലൂടെ മുന്നേറുവാനും ഒക്കെയുള്ള വലിയ കൃപ ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓവറിയിലുണ്ടായിരുന്ന തൻ്റെ സിസ്റ്റ് അപ്രത്യക്ഷമായ സ്കാൻ റിപ്പോർട്ട് ഈ മകൾക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാ കാര്യത്തിനും ഈശോ സൗഖ്യപ്പെടുത്തുകയും ഒരു ആധ്യാത്മികത നിറഞ്ഞ ഒരു നല്ല ജീവിതം മുന്നിലേക്ക് എടുത്തു വയ്ക്കാനുള്ള കൃപയൊക്കെ ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. മകൾ പറയുകയായിരുന്നു, ഞാൻ എവിടെ ചെന്നാലും ഞാൻ ഈശോയെ പ്രഘോഷിക്കും, അതാണ് ഇനി എൻ്റെ ജീവിതം എന്ന് അവിടെ ഏറ്റു പറയുകയുണ്ടായി. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ഏതൊരു ജീവിതാവസ്ഥയിലും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഈശോ ഗത്സമനിയിൽ പറഞ്ഞതുപോലെ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമുക്കൊരു വലിയ തീരുമാനത്തോടെ ഈ സാക്ഷ്യത്തിന് കൺക്ലൂഷൻ നൽകാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും, അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങിൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.